നമസ്കാരം. കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അർഷാദും കോഴിക്കോട് ആസ്ഥാനമായുള്ള ഡെന്റൽ എൻജിഒ ആയ ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഡോക്ടർ വിവേക് ജിയും ചേർന്ന് തയ്യാറാക്കിയൊരു പഠന സഹായിയുണ്ട്. കുട്ടികളുടെ ദന്താരോഗ്യത്തെക്കുറിച്ചുള്ളതാണത്. അതിനെ അടിസ്ഥാനമാക്കി ഞങ്ങളൊരുക്കുന്ന ഓഡിയോ ചർച്ചാ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഈയൊരു സീരീസിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ദന്താരോഗ്യത്തെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതെ, പ്രത്യേകിച്ച് ഈ ദന്ത ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ മറ്റാരോഗ്യ പ്രവർത്തകരുടെയോ സേവനം അത് അത്ര എളുപ്പത്തിൽ കിട്ടാത്ത സ്ഥലങ്ങളില്ലേ? ഉണ്ട്, ഒരുപാടുണ്ട്. അവിടെ സാധാരണക്കാർക്ക് പോലും കുട്ടികളുടെ ദന്താരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു തരം പ്രചാരകരായിട്ട്, അതായത് ഓറൽ ഹെൽത്ത് പ്രൊമോട്ടേഴ്സായി മാറാൻ ഈ അറിവ് ഉപകരിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗർഭകാലത്തെ ദന്ത സംരക്ഷണത്തെക്കുറിച്ചാണ്. ഒരു സ്ത്രീയുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ. അതെ, വളരെ പ്രധാനം. അപ്പോ ഈ സമയത്ത് അമ്മയുടെ വായുടെ ആരോഗ്യം അത് അമ്മയുടെയും കുഞ്ഞിന്റെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കുറച്ച് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ പഠനസഹായിയിൽ പറയുന്ന ഒരു കാര്യം, ഗർഭിണിയാകാൻ തയ്യാറെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഉടനെയോ ഒരു ഡെന്റിസ്റ്റിനെ കാണണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ സമയത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അത് നല്ലൊരു തുടക്കമാണ്. കാരണം ഗർഭധാരണത്തിന് മുൻപോ അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ 1-2 മാസങ്ങളിലോ തന്നെ ഒരു കംപ്ലീറ്റ് ഡെന്റൽ ചെക്കപ്പും ആവശ്യമെങ്കിൽ ഒരു ക്ലീനിങ്ങും, അതായത് ഡെന്റൽ ചെക്കപ്പ് ആൻഡ് ക്ലീനിങ് ചെയ്യുന്നത് വഴി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓഹോ, അതെങ്ങനെയാണ്? ഉദാഹരണത്തിന്, ഇപ്പോ പല്ലിൽ ചെറിയ കേടുണ്ടെന്ന് കരുതുക, ചെറിയ കാവിറ്റീസ്, അല്ലെങ്കിൽ മോണയിൽ ചെറിയൊരു ഇൻഫെക്ഷന്റെ തുടക്കം, ഗം ഇൻഫെക്ഷൻസ്. അതുമല്ലെങ്കിൽ പഴയ ഫില്ലിങ്സ് ഉണ്ടെങ്കിൽ അതിൽ ചെറിയ ക്രാക്കുകൾ. ഇതൊക്കെ ഗർഭകാലത്ത് പ്രത്യേകിച്ചും ഹോർമോൺ മാറ്റങ്ങൾ കാരണം പെട്ടെന്ന് വഷളാകാൻ സാധ്യതയുണ്ട്. ഹോർമോൺ മാറ്റങ്ങൾ കാരണം? അതെ, ഗർഭം മുന്നോക്ക് പോകുമ്പോൾ ചികിത്സകൾ ചിലപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാം. അതുകൊണ്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഓറൽ ഹെൽത്ത് ഉറപ്പാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓക്കെ. പിന്നെ ഒരു നല്ല ശീലമെന്ന നിലയ്ക്ക് ഗർഭകാലത്തൊരു 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ട്രൈമസ്റ്റർ കഴിയുമ്പോഴോ ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാമല്ലോ. ഈ ഗർഭകാലത്ത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് വേണ്ടി വന്നാൽ അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതോ വല്ല പ്രത്യേക സമയമുണ്ടോ ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള സമയം? നല്ല ചോദ്യമാണ്. പൊതുവെ ഗർഭകാലത്ത് 3 ഘട്ടങ്ങളായി തിരിക്കാറുണ്ടല്ലോ. ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് ആദ്യത്തെ 3 മാസം. അതെ. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ 4 തൊട്ട് 6 മാസം വരെ. ശരി. പിന്നെ തേർഡ് ട്രൈമസ്റ്റർ 7 തൊട്ട് 9 മാസം. ശരി. ഇതിൽ മിക്ക ചികിത്സകൾക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സമയമെന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ട്രൈമസ്റ്ററാണ്. അതായത് 4-ാം മാസം മുതൽ 6-ാം മാസം വരെ. എന്തുകൊണ്ടാണത്? കാരണം ആദ്യത്തെ 3 മാസം അത് കുഞ്ഞിന്റെ പ്രധാനപ്പെട്ട ഓർഗൻസ് ഒക്കെ ഫോം ചെയ്യുന്ന സമയമാണ്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യമില്ലാത്ത മരുന്നുകളും ചികിത്സകളും കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അവസാനത്തെ 3 മാസമാണെങ്കിൽ ആ സമയത്ത് ഗർഭിണിക്ക് കൂടുതൽ നേരം ചെയറിൽ മലർന്നു കിടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം ശാരീരികമായിട്ട്. ഈ അവസാന മാസങ്ങളിൽ മലർന്നു കിടക്കുന്നതിന് എന്താ പ്രശ്നം? ഗർഭപാത്രം വലുതായി വരുമ്പോൾ നമ്മൾ നേരെ മലർന്നു കിടക്കുമ്പോൾ അത് ശരീരത്തിലൊരു പ്രധാനപ്പെട്ട രക്തക്കുഴലുണ്ട്, വേന കാവ എന്ന് പറയും. അതിലൊരു പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു തലകറക്കം അല്ലെങ്കിൽ ഓക്കാനം പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടാവാം. ഓ, ശരി ശരി. അതുകൊണ്ട് അവസാന മാസങ്ങളിൽ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ഡെന്റൽ ചെയറിലിരുത്തുമ്പോൾ ചെറുതായിട്ട് ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ പറയും. അത് ആ പ്രഷർ ഒഴിവാക്കാനും ബ്ലഡ് സർക്കുലേഷൻ നോർമലാക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഗർഭകാലത്തെ ഫുഡ് ഹാബിറ്റ്സ്, ഭക്ഷണക്രമം, അതിനും വായുടെ ആരോഗ്യത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? തീർച്ചയായും ഉണ്ട്. അമ്മ കഴിക്കുന്ന ഫുഡ് അത് അമ്മയുടെ ഹെൽത്തിനും കുഞ്ഞിന്റെ ഹെൽത്തിനും എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ അത് വായുടെ ആരോഗ്യത്തിനും പ്രധാനമാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃതാഹാരം, അത് പല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തിനൊരു ബേസിക് കാര്യമാണ്. കാൽസ്യം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ, പാല്, തൈര്, ചീസ് പോലുള്ളവ. അതെ. പിന്നെ പച്ചിലക്കറികൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, നട്ട്സ്, മത്സ്യം, ഇതൊക്കെ ഡയറ്റിൽ വേണം. കാരണം ഇതിൽ നിന്നാണ് പല്ലിനും എല്ലിനും വേണ്ട വൈറ്റമിൻസും മിനറൽസും കിട്ടുന്നത്. ഓക്കെ. പ്രത്യേകിച്ച്
നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോഷകങ്ങളുണ്ട് കേട്ടോ. ഒന്ന് കാൽസ്യമും വിറ്റാമിൻ ഡിയും. ഇത് രണ്ടും പല്ലിന്റെയും എല്ലിന്റെയും സ്ട്രക്ചർ സ്ട്രോങ് ആക്കും. റൈറ്റ്. പിന്നെ ഫോളിക് ആസിഡ്. ഓക്കെ. ഇത് കുഞ്ഞിന്റെ നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിനും ഈ മുച്ചുണ്ട്, ക്ലെഫ്റ്റ് ലിപ്പ്, അണ്ണാക്കിലെ വിള്ളൽ, ക്ലെഫ്റ്റ് പാലറ്റ് പോലുള്ള ബർത്ത് ഡിഫക്ട്സ് തടയാനും വളരെ പ്രധാനമാണ്. ഓ, ഫോളിക് ആസിഡ് അതിനും ഹെൽപ്പ് ചെയ്യോ? അതെ. പിന്നെ വിറ്റാമിൻ സി മോണയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അതുപോലെ മത്സ്യത്തിലൊക്കെയുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് മോണയുടെ ആരോഗ്യത്തിനും കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനും നല്ലതാണ്. ഓരോ ഗർഭത്തിനും ഓരോ പല്ല് നഷ്ടപ്പെടുമെന്ന്, അതായത് ഓരോ പ്രസവം കഴിയുമ്പോഴും അമ്മയുടെ ഓരോ പല്ല് വെച്ച് പോകുമെന്ന്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അതോ വെറുതെ പറയുന്നതാണോ? അതെ, അത് തികച്ചും ഒരു തെറ്റിദ്ധാരണയാണ്. ആണോ? അതെ. ഗർഭകാലത്ത് കുഞ്ഞിന്റെ എല്ല് വളരാൻ ആവശ്യത്തിന് കാൽഷ്യം അമ്മയുടെ ഡയറ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ശരീരം അതെടുക്കുന്നത് അമ്മയുടെ എല്ലുകളിൽ നിന്നാണ്, ബോൺസിൽ നിന്ന്. പല്ലിൽ നിന്നല്ല. അല്ല, പല്ലിൽ നിന്നല്ല. പല്ലിന് കാൽസ്യം നഷ്ടപ്പെടുന്നില്ല. ഗർഭകാലത്ത് പല്ല് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഒന്നുകിൽ നേരത്തെയുള്ള മോണരോഗം, ഗം ഡിസീസ്, അല്ലെങ്കിൽ പല്ലിലെ കേട്, ടൂത്ത് ഡീക്കെ ശ്രദ്ധിക്കാതെ പോയതാവാം, അല്ലെങ്കിൽ വായുടെ ശുചിത്വം അത് പ്രോപ്പറായിട്ട് പാലിക്കാത്തത് കൊണ്ടാവാം. അല്ലാതെ പ്രഗ്നൻസി കാരണം നേരിട്ട് പല്ല് പോകുന്നില്ല. ഈ ഗർഭകാലത്ത് ഹോർമോൺ മാറ്റങ്ങൾ ഒരുപാടുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ഇത് വായുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് കോമൺ ആയിട്ട് കാണുന്നത്? ഗർഭകാലത്ത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകളുടെ ലെവൽ അത് നന്നായിട്ട് കൂടും. ശരി. ഈ ഹോർമോൺ ചേഞ്ചസ് കാരണം മോണയിലേക്കുള്ള രക്തയോട്ടം കൂടും. അപ്പോൾ മോണകൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആകും. ഓക്കെ. അതുകൊണ്ട് പല്ലിൽ സാധാരണ അടിയുന്ന അണുക്കളുടെ പാടില്ലേ, ഡെന്റൽ പ്ലാക്ക്, അതിനോട് മോണകൾ കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് പല ഗർഭിണികളിലും മോണകൾക്ക് കുറച്ചുകൂടെ ചുവപ്പ് നിറം വരും, ചെറിയൊരു വീക്കം പോലെ തോന്നും. ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ പോലുമോ പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടാകാം. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ പ്രഗ്നൻസി ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്നത്, ഗർഭകാല മോണവീക്കം. ഓക്കെ. പ്രഗ്നൻസി ജിഞ്ചിവൈറ്റിസ്. അതെ. ഇത് സാധാരണ ഒരു 2-ാം മാസമൊക്കെ ആവുമ്പോഴേക്കും തുടങ്ങാം. എന്നിട്ടൊരു 8-ാം മാസത്തോട് അടുക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ പീക്കിലെത്തും. പ്രസവം കഴിഞ്ഞാൽ പതിയെ അത് കുറഞ്ഞു വരികയും ചെയ്യും. ഇത് സീരിയസ് ആവുമോ? സാധാരണഗതിയിൽ ഇത് പേടിക്കേണ്ട ഒന്നല്ല. പക്ഷേ വായുടെ ക്ലീനിംഗ് ശരിയായിട്ട് നടന്നില്ലെങ്കിൽ ഈ ജിഞ്ചിവൈറ്റിസ് കുറച്ചുകൂടി സിവിയർ ആയിട്ട് പെരിയോഡോണ്ടൈറ്റിസ് എന്ന അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പെരിയോഡോണ്ടൈറ്റിസ്? അതെ. അതെന്താണ്? ിലേക്കും മറ്റ് ടിഷ്യൂസിലേക്കും വ്യാപിക്കുന്നൊരവസ്ഥയാണ്. അത് കുറച്ചും കൂടി ഗുരുതരമാണ്. അത് പല്ലുകൾക്ക് ബലം കുറയാനും ചിലപ്പം ഇളകിപ്പോകാനും വരെ കാരണമാകാം. ഓ, അപ്പോ ഈ സാധാരണ മോണവീക്കത്തിൽ നിന്ന് ഇത് നല്ല വ്യത്യാസമുണ്ടല്ലേ? തീർച്ചയായും. ജിഞ്ചിവൈറ്റിസ് മോണയിൽ മാത്രം ഒതുങ്ങുന്ന വീക്കമാണ്. പെരിയോഡോണ്ടൈറ്റിസ് എല്ലിനെ ബാധിക്കുന്ന അണുബാധയാണ്. ഈ ഗർഭകാലത്തെ മോണരോഗങ്ങൾക്ക് വേറെന്തെങ്കിലും പ്രത്യാഘാതങ്ങളുണ്ടോ? ചില പഠനങ്ങൾ പറയുന്നത് ഈ ഗുരുതരമായ മോണരോഗങ്ങൾ, പ്രത്യേകിച്ച് പെരിയോഡോണ്ടൈറ്റിസ്, ഒരു പക്ഷേ മാസം തികയാതെയുള്ള പ്രസവത്തിനോ അല്ലെങ്കിൽ തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത കൂട്ടാമെന്നാണ്. ആണോ? അതെങ്ങനെ? അതിന്റെ കൃത്യമായ മെക്കാനിസം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കരുതുന്ന എന്താണെന്ന് വെച്ചാൽ ഈ മോണയിലെ ഇൻഫെക്ഷൻ കാരണം ശരീരത്തിലുണ്ടാകുന്ന ചില കെമിക്കൽസ് അത് ചിലപ്പോൾ പ്രസവ പ്രക്രിയയെ നേരത്തെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണല്ലോ. അതെ. അതുകൊണ്ട് ഗർഭകാലത്ത് മോണയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോണവീക്കമല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സാധാരണ ഗർഭകാലത്തെ വായിലുണ്ടാകാറുണ്ടോ? ഉണ്ട്. ചിലർക്ക് ചിലപ്പം ഡീഹൈഡ്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പം ഈ ശ്വാസമുട്ടൽ കാരണം വായിലൂടെ ശ്വാസമെടുക്കുന്നത് കൊണ്ടോ ഒക്കെ വായ വല്ലാതെ ഡ്രൈ ആവാം. ഡ്രൈ മൗത്ത്. ഉമിനീര് കുറയുമ്പോൾ വായ ക്ലീൻ ആവാനുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സ് കുറയും. അത് പല്ലിൽ കേടുവരാനുള്ള സാധ്യത കൂട്ടും. ശരി. പിന്നെ വേറൊരു പ്രധാന പ്രശ്നം ഈ മോർണിംഗ് സിക്നസ്, അതായത് രാവിലെയുള്ള ഛർദി അല്ലെങ്കിൽ അടിക്കടിയുള്ള ഛർദി. അത് കോമൺ ആണല്ലോ. അതെ. ഛർദിക്കുമ്പോൾ വയറ്റിലുള്ള ആസിഡ് വായിലേക്ക് വരും. ഈ ആസിഡ് വളരെ സ്ട്രോങ് ആണ്. അത് പല്ലിന്റെ പുറത്തുള്ള ആ കട്ടിയുള്ള ലെയറില്ലേ, ഇനാമൽ, അതിന് സോഫ്റ്റ് ആക്കും. ഓഹോ. ഇത് റെഗുലറായിട്ട് സംഭവിച്ചാൽ പല്ലിന് തേയ്മാനം വരാം. അതിനെ ടൂത്ത് ഇറോഷൻ എന്ന് പറയും. അപ്പൊ ഛർദിച്ചാൽ ഉടനെ പോയി ബ്രഷ് ചെയ്യുന്നത് നല്ലതാണോ? അല്ല. അതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ഛർദിച്ച ഉടനെ ബ്രഷ് ചെയ്യരുത്. കാരണം
ആസിഡ് കാരണം സോഫ്റ്റായിരിക്കുന്ന ഇനാമൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ കൂടുതൽ തേഞ്ഞു പോകും. പിന്നെന്ത് ചെയ്യണം? പകരം ആദ്യം ശുദ്ധമായ വെള്ളം കൊണ്ട് വായ നന്നായിട്ട് കുൽക്കുഴിയുക. അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മുടെ അപ്പക്കാരം, അത് കലക്കിയിട്ട് അതുകൊണ്ട് വായ കഴുകുന്നതാണ്. അത് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. എന്നിട്ടോ? എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം പല്ല് ബ്രഷ് ചെയ്യുക. ആ സമയം കൊണ്ട് ഉമിനീരിന്റെ പ്രവർത്തനം കാരണം ഇനാമലിന് കുറച്ചൊക്കെ റീമിനറലൈസ് ചെയ്ത് സ്ട്രെങ്ത് തിരിച്ചു കിട്ടും. ഓക്കെ, അത് നല്ലൊരു ടിപ്പാണ്. ഇനി വേറൊരു കാര്യം. ചില ഗർഭിണികളിൽ മോണയിലൊരു തടിപ്പ് പോലെ കാണാറുണ്ടെന്നും അത് തൊട്ടാൽ വേഗം ബ്ലീഡ് ചെയ്യുമെന്നും കേട്ടിട്ടുണ്ട്. അതെന്താണ്? പേടിക്കേണ്ട വല്ലതുമാണോ? അങ്ങനെയൊന്നും ചിലപ്പോൾ കാണാറുണ്ട്. അതിനെ പ്രഗ്നൻസി ട്യൂമർ എന്ന് പറയും. അല്ലെങ്കിൽ പയോജനിക് ഗ്രാനുലോമ എന്നും എപ്പിലിസ് എന്നുമൊക്കെ പറയും. ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുമല്ലോ. അതെ, പക്ഷേ പേര് കേട്ട് പേടിക്കേണ്ട. ഇത് ക്യാൻസർ ഒന്നുമല്ല. തികച്ചും അപകടരഹിതമായ ഒന്നാണ്. സാധാരണയായിട്ട് മോണയില് പല്ലുകളുടെ ഇടയിലായിട്ട് കാണുന്ന ഒരു ചുവന്ന സോഫ്റ്റായിട്ടുള്ള ഒരു ഓവർ ഗ്രോത്താണിത്. ഇതിനും കാരണം ഹോർമോൺ മാറ്റമാണോ? അതെ, ഹോർമോൺ മാറ്റങ്ങളും അവിടെ പ്ലാക്ക് അടിയുന്നതും കൂടിയാണ് ഇതിന് കാരണം. ഇത് തൊട്ടാൽ പെട്ടെന്ന് ബ്ലീഡ് ചെയ്യും എന്നത് ശരിയാണ്. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നാം. ഇത് തനിയെ മാറുമോ? മിക്കവാറും പ്രസവം കഴിഞ്ഞ് ഹോർമോൺ ലെവൽസ് നോർമലാവുമ്പോൾ ഇത് തനിയെ ചുരുങ്ങി ഇല്ലാതാവും. അഥവാ വലിപ്പം കൂടുകയോ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്താൽ മാത്രം ഡെന്റിസ്റ്റിനെ കണ്ടാൽ മതി. ഒരു സിമ്പിൾ പ്രൊസീജിയറിലൂടെ അതെടുത്തു മാറ്റാവുന്നതേയുള്ളൂ. ഇത്രയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതുകൊണ്ട് ഗർഭകാലത്ത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക്കായിട്ടുള്ള എന്നാൽ വളരെ പ്രധാനപ്പെട്ട വായുടെ ശുചിത്വകാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദന്താരോഗ്യ പ്രചാരകർക്ക് സാധാരണക്കാരെ സഹായിക്കാൻ പറ്റുമെന്ന്. ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമാണോ? അതെ, ഈ ഡെയിലി കെയർ ആണ് ഏറ്റവും പ്രധാനം, പ്രത്യേകിച്ചും ഗർഭകാലത്ത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. ദിവസവും 2 നേരം നിർബന്ധമായും പല്ല് തേക്കുക. രാവിലെ ഭക്ഷണത്തിന് ശേഷവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപും. ശരി. ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം. പിന്നെ ബ്രഷ്, അത് സോഫ്റ്റ് അല്ലെങ്കിൽ അൾട്രാ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ളതായിരിക്കണം. കാരണം നമ്മൾ പറഞ്ഞല്ലോ, മോണകൾ സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോഫ്റ്റ് ബ്രഷ്. പിന്നെ ചുരുങ്ങിയതൊരു 2 മിനിറ്റെങ്കിലും എടുത്ത് പല്ലിന്റെ എല്ലാ ഭാഗവും, പുറം, അകം, ചവയ്ക്കുന്ന ഭാഗം വൃത്തിയാക്കണം. 2 മിനിറ്റ്? അതെ. ടൂത്ത് ബ്രഷ് ഒരു 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ നാരുകൾ വിടർന്നു തുടങ്ങുമ്പോഴോ മാറ്റണം. വല്ല പനിയോ മറ്റോ വന്നാലും മാറ്റുന്നത് നല്ലതാണ്. ശരി. അടുത്തത് 2. പല്ലിന്റെ ഇടകൾ വൃത്തിയാക്കണം. അതിന് ഡെന്റൽ ഫ്ലോസ് ദിവസത്തിൽ 1 തവണയെങ്കിലും ഉപയോഗിക്കണം. അല്ലെങ്കിൽ പല്ലിനിടയിൽ വിടവുണ്ടെങ്കിൽ ചെറിയ ഇന്റർഡെന്റൽ ബ്രഷ് ഉപയോഗിക്കാം. ബ്രഷിന് എത്താൻ പറ്റാത്ത ഭാഗമാണിത്. അവിടെ ഫുഡും പ്ലാക്കും അടിയുന്നത് ഒഴിവാക്കാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. ഫ്ലോസിംഗ്. ഓക്കെ. 3. ഓരോ തവണ ഭക്ഷണം കഴിച്ച ശേഷവും പിന്നെ ഛർദി കഴിഞ്ഞാലുടനെയും ശുദ്ധമായ വെള്ളം കൊണ്ട് വായ നന്നായി കഴുകുന്നത് ഒരു ശീലമാക്കണം. വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൽക്കഹോൾ ഫ്രീ മൗത്ത് വാഷ് ഉപയോഗിക്കാം. 4. മധുരമുള്ള സ്നാക്സ്, ബിസ്ക്കറ്റ്, മിഠായി, സോഡ പോലുള്ള ഡ്രിങ്ക്സ്, ഇതിന്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. പ്രത്യേകിച്ചും മീൽസിന്റെ ഇടയ്ക്കുള്ള സമയത്ത് ഇത് കഴിക്കുന്നത് ഒഴിവാക്കുക. പകരം എന്ത് കഴിക്കാം? പകരം ഫ്രഷ് ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ക്യാരറ്റ്, വെള്ളരിക്ക പോലുള്ളവ കഴിക്കാം. അത് പല്ലിന് നല്ലതാണ്. റൈറ്റ്. 5. ധാരാളം വെള്ളം കുടിക്കുക. ഇത് ബോഡി ഹൈഡ്രേറ്റഡ് ആയി വയ്ക്കും. അതുപോലെ വായിലെ ഉമിനീരിന്റെ സലൈവ ഒഴുക്ക് നിലനിർത്താനും സഹായിക്കും. ഉമിനീര് കുറഞ്ഞാലുള്ള പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതെ. അപ്പോ ഈ 5 കാര്യങ്ങൾ, ഇത് വളരെ സിമ്പിളാണെങ്കിലും ഇമ്പോർട്ടന്റ് ആണല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൃത്യമായി ചെയ്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഈ കാര്യങ്ങൾ ഗർഭിണികളെ ഓർമ്മിപ്പിക്കാനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ദന്താരോഗ്യ പ്രചാരകർക്ക് തീർച്ചയായും സാധിക്കും. ശരിയാണ്. ഇനി പലർക്കുമുള്ളൊരു സംശയത്തിലേക്ക് വരാം. ഗർഭകാലത്ത് ഈ പല്ലടയ്ക്കുക, ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്റേ എടുക്കേണ്ടി വരുന്നത്, ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളതാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കൺസേൺ ആണ്. ഉത്തരം യെസ് എന്നാണ്. ശരിയായ പ്രിക്കോഷൻസ് എടുക്കുകയും ടൈമിംഗ് ശ്രദ്ധിക്കുകയും ചെയ്താൽ
മിക്ക ഡെന്റൽ ട്രീറ്റ്മെന്റുകളും ഗർഭകാലത്ത് സേഫാണ്. ടൈമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ട്രൈമെസ്റ്ററുകളെ പറ്റി പറഞ്ഞില്ലേ? ഒന്നാം ട്രൈമെസ്റ്ററിൽ 0 to 12 ആഴ്ച അത്യാവശ്യമുള്ള വേദന മാറ്റാനുള്ള എമർജൻസി ട്രീറ്റ്മെന്റുകളും പിന്നെ ഓറൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാതെ വലിയ ചികിത്സകളോ നിർബന്ധമില്ലാത്ത എക്സ്റേകളോ ഒക്കെ ആ സമയത്ത് ഒഴിവാക്കും. ഓക്കേ. രണ്ടാം ട്രൈമസ്റ്റർ 13 to 24 ആഴ്ചയാണ് മിക്ക ചികിത്സകൾക്കും ഏറ്റവും ഐഡിയൽ സമയം. ക്ലീനിംഗ്, ഫില്ലിംഗ്സ്, മോണരോഗ ചികിത്സകൾ ഒക്കെ ഈ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഗർഭിണിക്കും ആ സമയത്ത് താരതമ്യേന ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും. മൂന്നാം ട്രൈമസ്റ്ററിലോ? മൂന്നാം ട്രൈമസ്റ്ററിൽ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് കഴിയുന്നത്ര ഷോർട്ടായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ നോക്കും. നേരത്തെ പറഞ്ഞ പോലെ മലർന്നു കിടക്കുന്നത് ഒഴിവാക്കി ഇടത്തോട്ട് ചെരിഞ്ഞു കിടക്കാൻ ശ്രദ്ധിക്കും. ഇനി എക്സ്റേയുടെ കാര്യം, അത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ? ചിലപ്പോൾ ഡയഗ്നോസിസിന് എക്സ്റേ എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അമ്മയുടെ വയറും കഴുത്തും ലെഡ് കൊണ്ടുള്ള ഒരു എപ്രൺ, തൈറോയിഡ് കോളർ എന്നിവ ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യും. ഷീൽഡ് ചെയ്യും. അതെ. അപ്പൊ കുഞ്ഞിന് റേഡിയേഷൻ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ പറ്റും. ഇപ്പോഴത്തെ മോഡേൺ ഡിജിറ്റൽ എക്സ്റേ മെഷീൻസിൽ റേഡിയേഷൻ ഡോസ് വളരെ കുറവാണ് എന്നതും ഒരു കാര്യമാണ്. മരുന്നുകളുടെ കാര്യത്തിലോ? ആന്റിബയോട്ടിക്സ്, പെയിൻ കില്ലേഴ്സ് ഒക്കെ? അതും വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും മരുന്ന് കൊടുക്കേണ്ടി വന്നാൽ ഗർഭിണിയെ നോക്കുന്ന ഗൈനക്കോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഗർഭകാലത്ത് സേഫാണെന്ന് ഉറപ്പുള്ള മരുന്നുകൾ മാത്രമേ ഡെന്റിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. ഉദാഹരണത്തിന് ടെട്രാസൈക്ലിൻ എന്നൊരു ആന്റിബയോട്ടിക് ഉണ്ട്. അത് ഗർഭകാലത്ത് കൊടുത്താൽ കുഞ്ഞിന്റെ പല്ലിന് ഡിസ്കളറേഷൻ ഉണ്ടാക്കും. അത് കൊടുക്കില്ല. അതുപോലെ ചില പഴയ തരം ഫില്ലിംഗ് മെറ്റീരിയൽസ്, സിൽവർ എമാൽഗം പോലുള്ളവയും ഇപ്പോൾ ഗർഭകാലത്ത് ഒഴിവാക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഈ ദന്തസംരക്ഷണം ഇത്ര ശ്രദ്ധിക്കണോ? വീണ്ടും ഡോക്ടറെ കാണണോ? പ്രസവം കഴിയുന്നതോടെ അമ്മയുടെ ശരീരത്തിലെ ഹോർമോൺ ലെവൽസൊക്കെ നോർമൽ ആവാൻ തുടങ്ങും. അതോടെ ഗർഭകാലത്ത് കണ്ടിരുന്ന മോണവീക്കം പോലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞുവരും. എന്നാലും ഗർഭകാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, മോണരോഗമോ പല്ലിലെ കേടോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറിയോ എന്ന് ഉറപ്പുവരുത്താനും വേണമെങ്കിൽ ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യാനും പ്രസവശേഷം ഒരു തവണ കൂടി ഡെന്റിസ്റ്റിനെ കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ. പിന്നെ മുലയൂട്ടുന്ന അമ്മമാരുടെ കാര്യത്തില് അവര് പോഷകസമൃദ്ധമായ ആഹാരം, പ്രത്യേകിച്ചും കാൽഷ്യം, വിറ്റാമിൻ ഡി ഒക്കെ ഉള്ളത് കഴിക്കുന്നത് തുടരണം. കാരണം മിൽക്ക് പ്രൊഡക്ഷനും അമ്മയുടെ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനും അതപ്പോഴും ആവശ്യമാണ്. ശരിയാണ്. പ്രസവശേഷവും ഈ നല്ല ഓറൽ ഹൈജീൻ ഹാബിറ്റ്സ് തുടരുന്നത് അമ്മയ്ക്കും അതുവഴി കുഞ്ഞിനും ഗുണം ചെയ്യും. ഇനി നമുക്ക് കുഞ്ഞിന്റെ കാര്യത്തിലേക്ക് വരാം. ജനിക്കുമ്പോൾ കുഞ്ഞിന് പല്ലില്ലല്ലോ. ഇല്ല. അപ്പോ കുഞ്ഞിന്റെ വായുടെ സംരക്ഷണം എപ്പ തുടങ്ങണം? പല്ലു വന്നിട്ട് മതിയോ? പോരാ, പല്ല് വരുന്നതിന് മുൻപ് തന്നെ തുടങ്ങണം. അതായത് ഫ്രം ബർത്ത്. ജനിച്ച ഉടനെ? എങ്ങനെ? ഓരോ തവണ പാല് കൊടുത്തതിന് ശേഷം, അത് മുലപ്പാലായാലും കുപ്പിപ്പാലായാലും, ഒരു ക്ലീൻ ആയിട്ടുള്ള നനഞ്ഞ സോഫ്റ്റ് കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ഗോസ് പാഡോ എടുത്തിട്ട് നമ്മുടെ വിരലിൽ ചുറ്റിയിട്ട് കുഞ്ഞിന്റെ മോണകൾ പതുക്കെ തുടച്ചു കൊടുക്കണം. വെറുതെ തുടച്ചാൽ മതിയോ? അതെ, വളരെ ജെന്റിലായിട്ട്. ഇത് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാൽപ്പൊടിയോ മറ്റോ നീക്കം ചെയ്യാനും വായ ക്ലീൻ ചെയ്യുന്നത് കുഞ്ഞിനൊരു ശീലമാക്കാനും സഹായിക്കും. ഓക്കെ. എന്നിട്ടെപ്പോഴാണ് ബ്രഷ് ഉപയോഗിക്കേണ്ടത്? ആദ്യത്തെ പല്ല്, അത് സാധാരണ ഒരു 6 മാസത്തിനും 1 വയസ്സിനും ഇടയ്ക്കാണ് വരുന്നത്. ആ ആദ്യത്തെ പല്ല് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങാം. എങ്ങനത്തെ ബ്രഷ്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള വളരെ ചെറിയ ഹെഡും ഭയങ്കര സോഫ്റ്റായിട്ടുള്ള നാരുകളുമുള്ള ഇൻഫന്റ് ടൂത്ത് ബ്രഷ് കിട്ടും. അതുപയോഗിക്കാം. പേസ്റ്റ് ഉപയോഗിക്കണോ? ഉപയോഗിക്കാം. പക്ഷേ അളവ് വളരെ പ്രധാനമാണ്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു അരിമണിയുടെ അത്രയും അളവില് സ്മിയർ ലെയർ മാത്രം ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റ് എടുത്താൽ മതി. വളരെ കുറച്ച്. ഓക്കെ. കുഞ്ഞിന്റെ ആദ്യത്തെ ഡെന്റൽ ചെക്കപ്പ് എപ്പോഴാണ് നടത്തേണ്ടത്? അതിനും പല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി ഒക്കെ പറയുന്നത് കുഞ്ഞിന്റെ ആദ്യത്തെ പല്ല് വന്നതിന് ശേഷം അല്ലെങ്കിൽ 1 വയസ്സ് തികയുന്നതിന് മുമ്പ്, ഫസ്റ്റ് ബർത്ത്ഡേ, ഇതിൽ ഏതാണോ ആദ്യം നടത്തുന്നത് അപ്പോ ആദ്യത്തെ ഡെന്റൽ വിസിറ്റ് നടത്തണമെന്നാണ്. ഫസ്റ്റ് വിസിറ്റ് ബൈ ഫസ്റ്റ് ബർത്ത്ഡേ. അതെ, കറക്റ്റ്.
അത്രയും നേരത്തെ കാണിക്കുന്നത് വഴി ഭാവിയിൽ വരാവുന്ന പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താനും പേരൻസിന് കുട്ടിയുടെ ഓറൽ കെയറിനെ പറ്റി ശരിയായ ഗൈഡൻസ് കൊടുക്കാനും പറ്റും. കുട്ടികൾക്ക് ഡെന്റിസ്റ്റിനെ പേടിയില്ലാതെ കാണാനുള്ള ഒരു ശീലം ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുക്കാനും ഇത് നല്ലതാണ്. ശരിയാണ്. ഇനി മുലയൂട്ടലിന്റെ കാര്യം, അതിനൊരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ടല്ലോ. ഇത് കുഞ്ഞിന്റെ വായുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? തീർച്ചയായും മുലയൂട്ടുന്നത് കുഞ്ഞിന്റെ താടിയെല്ലുകളുടെയും മുഖത്തെ മസിലുകളുടെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കും. അത് പിന്നീട് പല്ലുകൾ നല്ല രീതിയിൽ അലൈൻഡായി വരാൻ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. ഓഹോ. പിന്നെ മുലപ്പാലിൽ ഒരുപാട് ആന്റിബോഡീസ് ഉണ്ടല്ലോ, അത് വായിലെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിംഗ്, അത് കാരണം ഈ തള്ളവിരൽ കുടിക്കുക, തം സക്കിംഗ് പോലുള്ള ശീലങ്ങൾ കുറയാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലേ, പ്രത്യേകിച്ച് രാത്രിയിലത്തെ ഫീഡിങ്ങിൽ? അതെ, അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് രാത്രിയിൽ ഉറങ്ങാൻ കിടത്തുമ്പോൾ വായിൽ പാലിന്റെ കുപ്പിയോ അല്ലെങ്കിൽ ജ്യൂസോ പഞ്ചസാര വെള്ളമോ അങ്ങനെ മധുരമുള്ള എന്തെങ്കിലും അടങ്ങിയ ബോട്ടിലുമായിട്ട് ഉറങ്ങാൻ വിടരുത്. എന്തുകൊണ്ടാണ്? ഉറങ്ങുമ്പോൾ വായിൽ ഉമിനീരിന്റെ അളവ് കുറയും. അപ്പോ ഈ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാലിലെ അല്ലെങ്കിൽ ജ്യൂസിലെ ഷുഗർ അത് അവിടെ തന്നെ നിൽക്കും. അത് ബാക്ടീരിയയ്ക്ക് വളരാനും ആസിഡ് ഉണ്ടാക്കാനും കാരണമാകും. ഇത് പല്ലിനെ വളരെ പെട്ടെന്ന് ദ്രവീപ്പിക്കും. ഇതിനെയാണ് ബേബി ബോട്ടിൽ ടൂത്ത് ഡീക്കേ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് കാരിയസ് എന്ന് പറയുന്നത്. മുൻവശത്തെ പല്ലുകളെയാണ് ഇത് കൂടുതലായി ബാധിക്കുക. അപ്പോൾ രാത്രി കുപ്പി കൊടുക്കുകയാണെങ്കിൽ വെള്ളം മാത്രം കൊടുക്കുക, ശുദ്ധജലം. മുലയൂട്ടുന്ന കുട്ടികളാണെങ്കിലും രാത്രി മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ട് ഉറങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓരോ ഫീഡിങ്ങിന് ശേഷവും പറ്റുമെങ്കിൽ ആ നനഞ്ഞ തുണി വെച്ച് വായെ തുടയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഗർഭകാലത്തെ ദന്താരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട ചില മിഥ്യാധാരണകളും അതിന്റെ ശരിയായ വശങ്ങളും ഒന്നുകൂടി പറയാമോ? പറയാം. ഒരു 3 കാര്യങ്ങൾ ഓർത്തുവെക്കാം. ഗർഭിണിയായാൽ പല്ലു പോകും എന്നുള്ളത് അത് തെറ്റാണ്. കാൽസ്യം പോകുന്നത് എല്ലിൽ നിന്നാണ്, പല്ലിൽ നിന്നല്ല. പല്ലു പോകുന്നത് ശ്രദ്ധ കുറവുകൊണ്ടാണ്. ശരി. 2, ഗർഭകാലത്ത് ഡെന്റൽ ട്രീറ്റ്മെന്റ് പാടില്ല എന്നുള്ളത് അതും തെറ്റാണ്. സേഫായിട്ട് ചെയ്യാം, പ്രത്യേകിച്ച് 2ാം ട്രൈമസ്റ്ററിലെ. ചെയ്യാതിരുന്നാലാണ് കൂടുതൽ പ്രശ്നം. ഓക്കെ. 3, ആ പ്രഗ്നൻസി ട്യൂമർ എന്നത് ക്യാൻസർ ആണെന്നുള്ള പേടി അതും വേണ്ട. അത് അപകടകാരിയല്ല, തനിയെ മാറിക്കോളും. റൈറ്റ്. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. അതായത് ദന്ത ഡോക്ടർമാരുടെ സേവനം കുറവായ സ്ഥലങ്ങളിൽ ഈ അറിവുകൾ സാധാരണക്കാർക്ക് എങ്ങനെ ഉപയോഗിക്കാം, അവരെ എങ്ങനെ ഓറൽ ഹെൽത്ത് പ്രൊമോട്ടേഴ്സ് ആക്കാം. അതെ, അതാണ് ഒരുപക്ഷെ ഈ പഠനസഹായിയുടെയും നമ്മുടെ ഈ ചർച്ചയുടെയുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ്. എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലെ ആവശ്യത്തിന് ഡെന്റൽ പ്രൊഫഷണൽസ് ഉണ്ടാവില്ല. ശരിയാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അവിടുത്തെ ടീച്ചേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, മറ്റ് സോഷ്യൽ വർക്കേഴ്സ് ഇവർക്കൊക്കെ സാധിക്കും. ഇവർക്ക് ബേസിക് ആയിട്ടുള്ള ഓറൽ ഹെൽത്ത് കാര്യങ്ങളിൽ ഒരു ഷോർട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ്, ചിലപ്പോൾ ഒരു 8-12 മണിക്കൂർ മതിയാവും. ആ ട്രെയിനിങ് കിട്ടിയാൽ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് സിമ്പിളായിട്ടുള്ള മോഡലുകളും ചാർട്ടുകളും പാട്ടുകളുമൊക്കെ ഉപയോഗിച്ച് കുട്ടികളെയും ഗർഭിണികളെയും ശരിയായി ബ്രഷ് ചെയ്യാനും ഫ്ലോസ് ചെയ്യാനും പഠിപ്പിക്കാം. കുട്ടികളുടെ വായ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്ന കേടുകൾ, മോണവീട്ടം, പ്ലാക്ക് ഇതൊക്കെ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അവരെ പഠിപ്പിക്കാം. ഫ്ലൂറൈഡ് പേസ്റ്റിന്റെ കാര്യം, നല്ല ഭക്ഷണശീലങ്ങൾ, മധുരം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യം ഇതൊക്കെ ഫാമിലീസിനോട് സംസാരിക്കാം. വേദനയോ പഴുപ്പോ അല്ലെങ്കിൽ വീണ് പല്ലിന് പരിക്ക് പറ്റുകയോ ഒക്കെ ചെയ്ത കുട്ടികളെ അടുത്തുള്ള ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്യാൻ സഹായിക്കാം. ചിലപ്പോൾ പല്ല് പൊട്ടിപ്പോവുകയോ മറ്റോ ചെയ്താൽ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്ന് പേരൻസിന് പറഞ്ഞുകൊടുക്കാം. ശരിയാണല്ലോ. അപ്പോ ഈ റോൾ പ്ലേ, കഥകള്, പാട്ടുകള്, ഗെയിംസ് ഒക്കെ ഉപയോഗിച്ച് ഈ ഹെൽത്ത് മെസ്സേജസ് വളരെ രസകരമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. അപ്പോൾ അവർ ശരിക്കും ആ കമ്മ്യൂണിറ്റിയുടെ ഓറൽ ഹെൽത്ത് അംബാസഡർമാർ ആയിട്ട് മാറുകയാണ്. ശരിയാണ്. ഈ ശരിയായ അറിവും പ്രോത്സാഹനവും കൊടുക്കുന്നതിലൂടെ ഈ പ്രൊമോട്ടർമാർക്ക് നൂറുകണക്കിന് കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. കൈ കഴുകുന്നതുപോലെ, ഹെൽത്തി ഫുഡ് കഴിക്കുന്നതുപോലെ ഓറൽ ഹൈജീനും ഡെയിലി ലൈഫിന്റെ ഒരു നോർമൽ പാർട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിയും. വളരെ നല്ലൊരു ആശയമാണത്. അപ്പോൾ ഗർഭകാലത്തെ ദന്തസംരക്ഷണത്തെക്കുറിച്ചുള്ള ഈ വിശദമായ ചർച്ച നമുക്കിവിടെ നിർത്താം.
ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രധാന പോയിന്റ്സ് ഒന്നുകൂടി ചുരുക്കി പറയാം. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഡെന്റൽ ചെക്കപ്പ് നടത്തുക, ഗർഭകാലത്ത് ഓരോ ട്രൈമസ്റ്ററിലും ഡോക്ടറെ കാണുക, ദിവസവും 2 നേരം ഫ്ലൂറൈഡ് പേസ്റ്റും സോഫ്റ്റ് ബ്രഷും ഉപയോഗിച്ച് പല്ല് തേക്കുക, ഫ്ലോസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, മധുരം കുറയ്ക്കുക, ഛർദിച്ചാലുടൻ ബ്രഷ് ചെയ്യാതെ വായ കഴുകുക, ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ തെരഞ്ഞെടുക്കുക, പ്രസവശേഷവും ചെക്കപ്പ് ചെയ്യുക, കുഞ്ഞിന്റെ വായ ജനനം മുതൽ ക്ലീൻ ചെയ്യുക, ബേബി ബോട്ടിൽ ടൂത്ത് ഡീക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി ഈ അറിവുകൾ ഉപയോഗിച്ച് സമൂഹത്തിലുള്ള മറ്റുള്ളവരെ ബോധവാന്മാരാക്കാനും സഹായിക്കാനും ശ്രമിക്കുക. തീർച്ചയായും ഓർക്കേണ്ട ഒരു കാര്യം, ഗർഭകാലത്തെ നല്ല വായുടെ ആരോഗ്യമെന്നത് പല്ലിന്റെ കാര്യം മാത്രമല്ല. അത് അമ്മയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും അതുവഴി ആ സമൂഹത്തിന് മുഴുവനും ആരോഗ്യകരമായ ഒരു ജീവിതം തുടങ്ങാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതെ. അപ്പോ ഈ കേട്ട കാര്യങ്ങൾ ഇത് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ എങ്ങനെ പങ്കുവെക്കാമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രത്യേകിച്ച് ആരോഗ്യപ്രവർത്തകരുടെ കുറവുള്ള സ്ഥലങ്ങളിൽ സാധാരണക്കാരെ എങ്ങനെ ഈ ദന്താരോഗ്യ പ്രചാരണത്തിന്റെ ഭാഗമാക്കാം എന്നുള്ള സാധ്യത, അതും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അടുത്ത തവണ ഈ പരമ്പരയിലെ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. നന്ദി.